ചേർത്തല. ഇറ്റ്സ് ബീൻ 5 years ഞാൻ ഇവിടെ തന്നെയാണ് വരുന്നത്. കാരണം മറ്റൊരു റിസോർട്ടിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. കാരണം സ്കൈലാർക്ക് റിസോർട്ട് അത്രയും അടിപൊളിയാണ്. ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും ഫുഡ് ഭയങ്കര എക്സലന്റ് ആണ്. എസ്പെഷ്യലി ഇവിടെ നമ്മൾ വേറെ റെസ്റ്റോറൻറ്റിനേക്കാളും വളരെ യൂണിക്കാണ് സ്കൈലാർക്ക് റിസോർട്ട്. കാര്യം ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ജെൻഡർ തീമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ധാരാളം നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറേ നല്ല സ്പോട്ടുകളുണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പിന്നെ ഇപ്പം ഇവിടെ തന്നെ വേറെ റിസോർട്ട്സ് ഒക്കെ വരുന്നതാണ്. ഒരു ഏകദേശം പ്രശ്നമാണ്. നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ വരണം. ഞങ്ങളും നെക്സ്റ്റ് ഇയർ ഇവിടെ തന്നെ വരുള്ളൂ. കാരണം അത് നോ ഡൗട്ട് ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. പേര് അവന്തിന്നാണ്. ഞങ്ങൾ വരുന്നത് ചേർത്തലയിലാണ്. ഇതാണ് എൻ്റെ അമ്മ. എൻ്റെ കൊച്ചെ 4-ാം വർഷമാണ് സ്കൈലാർക്ക് താമസം വരുന്നത്. നല്ല സെറ്റപ്പാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. മോളെ ഞങ്ങൾ ഈ വർഷം ഊട്ടിക്ക് പോകണമെന്നാണ് പ്ലാൻ ചെയ്ത്. മോളുടെ നിർബന്ധം സ്കൈലാർക്കിൽ തന്നെ താമസിക്കണമെന്നാണ്. ഇനിയുള്ള വർഷങ്ങളിൽ ഇവിടെ തന്നെ താമസം വേണമെന്നാണ് മോള് പറയുന്നത്. ഇരിക്കുന്നത് എന്റെ സ്കൈലാർക്ക് ഫൗണ്ടേഷന്റെ പ്രോപ്പർട്ടി തന്നെയാണ്. ഇവിടെ ഭയങ്കര സ്പീഡാണ് കഴിക്കുന്നത്. സാധാരണ സ്ഥലത്ത് തന്നെ നമ്മൾ റൂമിൽ തന്നെ ചില്ല് ചെയ്യുന്നതിന് പകരം ഇവിടെ നമുക്ക് ധാരാളം ഫോട്ടോസ് എടുക്കാനും ഇരിക്കാനും ഒക്കെ പറ്റിയ ധാരാളം സ്പോട്ടുകളാണ് അവർ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങള് ഈ വർഷം ഊട്ടിയിലോ അങ്ങനെ എവിടെയെങ്കിലും ട്രിപ്പ് പോകാമെന്ന് ആദ്യം പ്ലാൻ ചെയ്തു. പിന്നെ മാറ്റി. കാരണം ഞങ്ങൾ ലാസ്റ്റ് ഇയറും സ്കൈലാർക്ക് തന്നെയാണ് വന്നത്. ഏറെക്കുറെ 5 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് വരുന്നത്. വേറൊരു സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. മൂന്നാറിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് റിസോർട്ടിലെ ഒന്നാണ് സ്കൈലാർക്ക് ഹോളിഡേസ്. നമ്മുടെ ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ കേവ് റൂം എന്നുള്ളതന്നെയാണ്. കർത്താർ റിസോർട്ട് അങ്ങനെ വളരെ ചുരുക്കം റിസോർട്ടുകൾ മാത്രമേ നമുക്ക് കേവ് റൂം കാണാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ സ്കൈലാർക്ക് കേവ് റൂം കൂടെയാണ് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ റെസ്റ്റോറന്റ് അടിപൊളി തന്നെയാണ്. കാരണം ബാക്കിയുള്ള റെസ്റ്റോറൻറ്റിന് വളരെ യൂണിക് ആയിട്ടാണ് നമ്മുടെ സ്കൈലാർക്ക് റിസോർട്ട് ചെയ്തത്. കാരണം ഇവിടുത്തെ റെസ്റ്റോറന്റ് ജെൻഡർ തീമിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അവരുടെ ഫുഡും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ മൂന്നാറ് ട്രിപ്പ് സമയത്ത് ഫുഡാണല്ലോ എല്ലാവരുടെയും മെയിൻ പ്രശ്നം. കാരണം നല്ല ഫുഡ് കിട്ടാറില്ല. അപ്പൊ നമ്മുടെ അടിപൊളി ഫുഡാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. താങ്ക് യു. നമ്മുടെ സ്കൈലാർക്ക് ഹോളിഡേസ് ചിന്നക്കനാലിന്റെ സ്വിമ്മിംഗ് പൂൾ. ഈ സ്വിമ്മിംഗ് പൂൾ വളരെ സ്പേഷ്യസ് ആണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ നിന്നൊരു വ്യൂ തന്നെ നല്ല രസമാണ്. ധാരാളം മൗണ്ടൻസും നല്ല ഫോഗുമുള്ള അറ്റ്മോസ്ഫിയറാണ് നമുക്ക്. പിന്നെ നമ്മൾ സ്കൈലാർക്ക് ഹോളിഡേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതിനുവേണ്ടി വെളിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ധാരാളം നല്ല ഫോട്ടോജനിക് സ്പോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചില്ല് ചെയ്യാനൊക്കെ പറ്റും. അടിപൊളി ഒരു സ്കൈലാർക്ക് ഹോളിഡേസ് ചിന്നക്കനാൽ. സ്കൈലാർക്ക് ഹോളിഡേസ് ചിന്നക്കനാലിലെ റെസ്റ്റോറൻറ്റ് ഇത് സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്ന് വളരെ യൂണിക്കാണ്. ഇവിടെ ജെൻഡർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് എസ്പെഷ്യലി ഇവിടുത്തെ ഫുഡ് ഇഷ്ടമായത് ചിക്കൻ നൂഡിൽസ് ആണ്. ഇത് ഭയങ്കര യമ്മിയാണ്. ചിന്നക്കനാൽ വന്നു കഴിഞ്ഞാൽ സ്കൈലാർക്ക് ഹോളിഡേസ് ചിന്നക്കനാലിൽ തന്നെ സ്റ്റേ ചെയ്യണം. കാരണം നമ്മൾ തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ നെക്സ്റ്റ് ഇയേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി.